ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടിയുടെ. നിലവിൽ ക്ലച്ചിൻ്റെ ഭാഗത്തുനിന്ന് ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു. പിന്നെ വണ്ടി നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ബെൽറ്റ് സ്ലിപ്പായി പോകണ്ടായിരുന്നു. അങ്ങനത്തെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് നമ്മൾ കയറ്റി അഴിച്ചതാണ്. അപ്പോൾ ഓയിൽ ലീക്ക് വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഇവിടെ വന്ന ഓയിൽ സീൽ കംപ്ലയിൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഇവിടെ നനവ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കൈയോടെ മാറ്റി കളയാം. മെയിനായിട്ട് ഈ ഷാഫ്റ്റ് ഓയിൽ സീൽ പോയി ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിൽ വന്ന ഓയിൽ സീൽ കംപ്ലയിൻ്റ് ആയിട്ടാണ് ആ ഓയിൽ മൊത്തം വലിച്ചെറിയണം. ഇതിനകത്തേക്ക് ക്ലച്ച് ഷാഫ്റ്റിൻ്റെ അവിടെ നിന്ന് ചെറിയ നനവ് പോലെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കൈയോടെ മാറ്റിയിടാം. ക്ലച്ച് കവറിൻ്റെ ഉള്ളിലേക്ക് കണ്ട് എത്ര ഓയിൽ ഇറങ്ങിയത് അതിൻ്റെ ഉള്ളിലേക്ക്. കാരണം എന്ന് വെച്ചാൽ ആ ഓയിൽ സീൽ പോയിട്ട് വന്നേക്കണാണത്. അപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ കുറവുണ്ടാവും. അതും കൂടി ഒന്ന് ടോപ്പ് അപ്പ് ചെയ്യേണ്ടി വരും. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡിയൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വേരിയേറ്റർ ബോഡി ഒന്നും അത്ര വലിയ തേമാനമൊന്നും പറയാനായിട്ടില്ല. അത് നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം. ഈ ബെൽറ്റിൻ്റെ കണ്ടീഷൻ മോശമാണ്. കാരണം ഞാൻ ബെൽറ്റിൻ്റെ ഈ സെൻറ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പൊട്ടിയിരിക്കണതുണ്ടോ, സെൻട്രൽ പോർഷനൊക്കെ പൊട്ടിയേക്കാണ്. തന്നെയല്ല ബെൽറ്റൊക്കെ ഓയിലിൽ കുളിച്ചൊരവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ബെൽറ്റ് മാറ്റിയിടണമാണ് ഏറ്റവും സേഫ്. കാരണം അത് എങ്ങനെ ഇട്ടാലും സ്ലിപ്പിങ് കാണിക്കും. തന്നെയല്ല അത് പൊട്ടിയായിരിക്കണേ. പിന്നെ ഉള്ളത് ഈ ക്ലച്ച് ഷൂ ഉണ്ടല്ലോ, ക്ലച്ച് വെയിറ്റ് സെറ്റ് എന്ന് പറയുന്ന യൂണിറ്റാണിത്. ഇത് നമ്മുടെ ബ്രേക്ക് ലൈനർ പോലെ വന്ന ഒരു ഐറ്റമാണത്. അതിൻ്റെ ആ ഈ ഇവിടുത്തെ ഭാഗം കഴിഞ്ഞിട്ട് കയറി മെറ്റൽ ആ ഡ്രമ്മിലേക്ക് പിടിച്ചേക്കണം ഈ കാണണം കേട്ടോ. കാരണം ക്ലച്ച് ഷൂ ഉപയോഗിച്ച് തീർന്നു. അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ബേസായിട്ട് വന്ന ആ അലുമിനിയം പീസാണ് ഇപ്പോൾ ഡ്രമ്മിൽ കയറി വരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ അറിയാം. ഈ സൈഡിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ചും വന്നേക്കണം അതിനകത്ത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ക്ലച്ച് ഷൂ അഴിച്ച് മാറ്റി കളയുക. അതേപോലെ തന്നെ ഈ ക്ലച്ച് ഡ്രമ്മിൻ്റെ ആ സ്ക്രാച്ച് വന്ന ഭാഗം ലെയ്ത്തിലൊന്ന് കൊടുത്ത് പോളിഷ് ചെയ്ത് കയറ്റുകയാണെങ്കിൽ ആ പ്രോബ്ലം അവിടെ തീർന്നോളും. അതല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഈ കണ്ടീഷനിൽ കിടന്ന് ഓടാന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മെറ്റൽ ടു മെറ്റൽ കയറി പിടിക്കുക. അത് ഹീറ്റിങ് കൂടുതൽ വരും. അലുമിനിയാണ്. ഇത് ഈ സാധനം ഉരുകാൻ സാധ്യതയുണ്ട് കേട്ടോ. തന്നെയല്ല ക്ലച്ച് ഔട്ടർ ഫുള്ള് പോവുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും സേഫ് നമുക്ക് ക്ലച്ച് ഷൂ മാറ്റി കളയാം. ക്ലച്ച് ഡ്രമ്മ് ഒന്ന് പോളിഷ് ചെയ്ത് കയറ്റാം. അതേപോലെ ഈ ബെൽറ്റ് മാറ്റാം. ഓയിൽ സീലുകൾ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം. ഇതൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ സർവീസ് സ്റ്റേഷനിൽ കൊടുത്തൊന്ന് ക്ലിയർ ചെയ്ത് നല്ലോണം അത് അടിച്ച് ക്ലീൻ ആക്കി എടുക്കണം. പിന്നെ ബാക്കിൽ വന്ന ഓൾറൗണ്ട് ഗാർഡിൻ്റെ ഈ ഗ്രിപ്പ് മൊത്തം പൊട്ടി കിടക്കണം കേട്ടോ. ഈ ഇവിടുത്തെ ക്ലിപ്പൊക്കെ ഇത് പൊടിഞ്ഞിരിക്കാതുണ്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ടൊന്ന് വെൽഡ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. സൈഡിലത്തെയും പൊട്ടി പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെൽഡ് ചെയ്ത് റീസെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം നമുക്ക് എത്ര ചിലവ് വരും എന്നൊരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ടേ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്യണം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. കാരണം വെച്ചാൽ ഈ ക്ലച്ച് ഷൂ മാത്രം 1000 ചില രൂപ ഉണ്ട്. 1200 രൂപയുടെ അടുത്തോ എന്തോ വന്നുണ്ട് റേറ്റ്. അപ്പോൾ അത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഞാൻ പറയാം കേട്ടോ. എന്നിട്ട് അത് ഒന്ന് റിപ്ലൈ ഇടണേ. അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ.